മതമാണ് 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 പ്രശ്നം എന്ന് ലീഗിൻ്റെ നേതൃനിരയിൽ തന്നെയുള്ള ഒരാൾ പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. പ്രതികരണം നല്ലതാണ്. ഒരു മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. അതായത് ആ പ്രസംഗത്തിൽ നിരീശ്വരവാദമല്ല മതവിശ്വാസമാണ് പ്രധാനം എന്ന് സമർത്ഥിക്കാനാണ് കക്ഷി ശ്രമിച്ചത്, അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മതവിശ്വാസം അതാണ് അതിന്റെ സന്ദർഭം മനസ്സിലാകും. ഒന്ന് ഇടപെടുകയാണ്. ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് വസ്തുതയല്ല. അതിന്റെ വീഡിയോ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ്. മുഴുവൻ കേൾക്കൂ. അത് മാത്രമല്ല പറഞ്ഞത്, അധികാരം തിരിച്ചു പിടിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും വീഡിയോ ഉണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. എന്റെ കൈവശം വീഡിയോ ഉണ്ടെന്നേ. എന്റെ കൈവശം വീഡിയോ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞൊരു വീഡിയോയാണ്. നിങ്ങൾ അസംബ്ലിയിൽ നിഷേധിച്ചത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. സർ, ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യം നമുക്ക് മുഖവിലക്കെടുക്കാം. പക്ഷേ നാട് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് നിങ്ങളും ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ തെളിവുകളായിട്ട് ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേ രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തരത്തിലാണ്. അതിനോടൊപ്പം ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി രേഖപ്പെടുത്തിയ ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യമാണത്. നിങ്ങൾ പലരും ആ തരത്തിൽ സംസാരിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നവരും ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. അതെവിടത്തേക്കാണ് പോകുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു തരത്തിലുള്ള സ്വാധീനം എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ചില സ്വാധീനങ്ങൾ നിങ്ങളെ വല്ലാതെ വെട്ടിലാക്കുന്നു എന്നുള്ളത് കണ്ടുപോകണം. അത് തള്ളിപ്പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം നിങ്ങളത് പറഞ്ഞു, നല്ല കാര്യമാണ്. ഇനിയും ആ നില തന്നെ സ്വീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാലത്തും ഒരു വർഗീയതയോടും, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടേ സ്വീകരിക്കും. പലപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി ഈ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം ഞങ്ങൾ കാണിക്കില്ല എന്ന്.